ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 30-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. പ്രിയമുള്ളവരെ, ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയതാണ്. ദർശനം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ 10 മണിയായി. അപ്പോൾ എനിക്ക് അതായത് എന്നെ കാണാൻ കുറച്ച് പേരുണ്ടായിരുന്നു. അവരുമൊക്കെയായിട്ട് വന്ന് അവരുടെ വിഷയങ്ങളെല്ലാം കേട്ടു, അതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെ സമയം സന്ധ്യയായി. പിന്നെ വീട്ടിലേക്ക് പോരണമല്ലോ. അപ്പോൾ ഗുരുവായൂർ കോട്ടയം 4-5 മണിക്കൂർ യാത്രയുണ്ട്, ട്രാഫിക് ബ്ലോക്ക്. അങ്ങനെ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്നും വീഡിയോ ചെയ്യുന്ന എനിക്കൊരു ദിവസം വീഡിയോ ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ദിവസം അത് കേൾക്കാതെ വന്നു കഴിഞ്ഞാൽ അവർക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ രണ്ടുപേരും ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ അതിനുവേണ്ടി വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം ഒന്ന് ചിന്തിക്കാം. അതിനു മുമ്പ് ഗ്രഹനില ഒന്ന് നോക്കാം. ഇന്നലെ ഒരു ദിവസത്തെ വീഡിയോ മുടങ്ങിപ്പോയുകൊണ്ട് ഗ്രഹനില ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. ഗ്രഹനില എന്ന് പറയുന്നത് ചന്ദ്രൻ, തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ധനുരാശിയിൽ സൂര്യനോട് ചേർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ മകരൻ രാശി വിട്ട് ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പോയി. മീനൻ രാശിയിൽ ഇപ്പോൾ രാഹു നിൽക്കുന്നു. കർക്കിടകൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു. അതുപോലെ തന്നെ വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. കന്നി രാശിയിൽ കേതു നിൽക്കുന്നു. ബുധൻ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് തിങ്കളാഴ്ച ദിവസം ബലമുള്ള ഒരു ഗ്രഹം ബുധനാണ്. അതുപോലെ തന്നെ ബലമുള്ളൊരു ഗ്രഹം ശുക്രനാണ്, സൂര്യനാണ്, അപ്പോൾ വ്യാഴമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രന് ബലമില്ല. ചന്ദ്രന് ബലമില്ലാത്തതിൻ്റെ കാരണം അമാവാസ്യ തിഥിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ സൂര്യനോട് ഏറ്റവും അടുത്താണ്, ഈ യോഗം ചെയ്താണ് ഈ ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ഈ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ചന്ദ്രൻ ഇവർക്ക് 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബലമില്ലാത്തൊരു ചന്ദ്രൻ എന്ത് ചെയ്യാനാ? ഭാഗ്യാനുഭവങ്ങളൊന്നും വാരിക്കോരി കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ആരാണ് ഭാഗ്യം തരേണ്ടത്? അത് സൂര്യനാണ്. അപ്പോൾ സൂര്യനെ ചന്ദ്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ചന്ദ്രൻ സൂര്യനുമായിട്ട് ചേർന്ന് നിന്നാൽ ഒരു ജാതകൻ്റെ ജീവിതത്തിൽ 50% സുഖവും 50% ദുഃഖവും എന്നാണ് പറയുന്നത്. കാരണം പകലും രാവും ഒരുമിച്ച് ചേർന്നാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഒരു വെളുത്ത നിറവും കറുത്ത നിറവും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഒരു നല്ല കളറുണ്ടാകുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു മങ്ങിയ ഒരു കളറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ 50% സുഖവും 50% ദുഃഖവുമായിരിക്കും മേടക്കുറുകാർക്ക് നാളത്തെ ദിവസം അവരുടെ എല്ലാ ജീവിതകാര്യങ്ങളിലെല്ലാം വന്നു ചേരുക. കുടുംബത്തിലാകട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ. ഇപ്പം അവർക്ക് അവരുടെ 4-ാം ഭാവത്തിൽ, അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ കുജൻ 4-ലാണ് നിൽക്കുന്നത്, ബലമില്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുജൻ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അഷ്ടമഭാവത്തിൻ്റെ അധിപൻ 4-ാം ഭാവത്തിൽ ബലമില്ലാതെ നിൽക്കുന്നു. അപ്പോൾ കേന്ദ്രഭാവത്തിലായതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നും, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഇനിയിപ്പോൾ കാര്യമായിട്ട് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ ഇവരുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകേണ്ടിയ ഗ്രഹം ആണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ 9-ാം ഭാവത്തിലാണ് നിൽക്കുന്ന, ബലമില്ലാത്തൊരവസ്ഥയിൽ കൂടി പോകുന്നു. അപ്പോൾ ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജനിച്ച സമയം അമാവാസ്യയോട് അനുബന്ധിച്ചൊക്കെ ഉള്ള തീയതികളിലാണെങ്കിൽ അവർക്കൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ സൂര്യൻ ഇവർക്ക് തൊഴിൽപരമായുള്ള സ്ഥിരം ജോലിയുള്ളവർക്ക് ജോലിക്ക് പാലിക്കാൻ പറ്റത്തില്ലോ. അപ്പോൾ തൊഴിലിടങ്ങളിലുള്ള അനുകൂലമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും, ഭാഗ്യമായ അനുഭവങ്ങളുണ്ടാകും. എന്നാൽ പിതാവ് മുഖേനയുള്ള ശത്രുതകളുണ്ടാകാം, സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങളുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി വന്നാലും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സ്ഥിതി അവർക്ക്, അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥിതി ഒക്കെ, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. സാധാരണ അനുഭവത്തിൽ കൂടി പോകും. പിന്നെ വലിയ നേട്ടമൊന്നുമില്ല. ഒരു 50% സുഖവും 50% ദുഃഖവുമായിട്ട് സമ്മിശ്രമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ സാധാരണ ജീവിതാനുഭവങ്ങൾ, അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി മേടക്കുറുകാർ തിങ്കളാഴ്ച കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പം 2-ൽ വ്യാഴം നിൽക്കുന്നു. 2-ലെ വ്യാഴം ധനനേട്ടവും കുടുംബസുഖവും ഒക്കെ തരണമെന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രൻ ബലവാനാകണം, അല്ലേ? ചന്ദ്രൻ ബലവാനായാൽ മാത്രമേ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വ്യാഴം 2-ൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ ധനവും ഈ സുഖവും വന്നു ചേരണമെന്നില്ല.
അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുള്ളൊരു ജോലിയുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് ആരോഗ്യം മോശമായാൽ ഈ ജോലിക്ക് പോകാൻ പറ്റുമോ? ആരോഗ്യസ്ഥിതി മോശമായാൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ധനം വന്നു ചേരത്തില്ല. കുടുംബത്തിൽ അതിൻ്റേതായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും ഉണ്ടാകും. ഒരു കുടുംബത്തിലെ ഒരു അംഗം ഒരു രോഗിയായി വീട്ടിൽ കിടന്നാൽ കുടുംബസുഖം കുറഞ്ഞു പോകും. അപ്പോൾ ചന്ദ്രന് ബലമില്ലാത്തത് കൊണ്ട് കുടുംബസുഖം കുറവായിരിക്കും. പക്ഷേ 2-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ചന്ദ്രൻ ബലവാനാകുന്ന സമയത്ത് 2-ലെ വ്യാഴം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അനുഭവത്തെ തരും. അപ്പോൾ നിങ്ങൾക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ തരും. അപ്പോൾ നാളത്തെ ദിവസം 50% ദുഃഖവും 50% സുഖവും എന്നുള്ള ആ ഒരു അനുപാതത്തിൽ കൂടി കാര്യങ്ങളെല്ലാം പോകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിലെ ചന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതകളോ തിക്താനുഭവങ്ങളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ തൊഴിൽ ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നത്. ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണ് 10-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം ഇവർക്കും ഉണ്ടാകും. പക്ഷെങ്കിൽ ഉണ്ടാകണമെങ്കിൽ നാളെ അത് ഉണ്ടാകണമെന്നില്ല. കാരണം നാളത്തെ ദിവസം ചന്ദ്രൻ്റെ ദിവസമാണ്. ചന്ദ്രൻ ബലമില്ലാത്തൊരു ദിവസത്തിൽ കൂടി പോകുമ്പോൾ ഈ പറയുന്ന തൊഴിൽ ഗുണവും ഒന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി പോകും എന്നുള്ളത്. സാധാരണ നമ്മൾ ജോലിക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു. എന്നാൽ ജനിച്ച സമയത്ത് ഈ ചന്ദ്രൻ ബലമില്ലാത്ത ഒരു ജാതകനാണെങ്കിൽ ആ ജാതകൻ രോഗിയായി, അല്ലെങ്കിൽ അവർക്ക് ശരിക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. ദേഹത്തിന് വേദന, കൈക്ക് വേദന, കാലിന് വേദന, തലവേദന. അപ്പോൾ അങ്ങനെയുള്ള പല പ്രതിസന്ധികളും അവരനുഭവിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ ജോലിക്ക് പോകണമെന്നില്ല. 10-ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹമല്ലേ നിൽക്കുന്നത്. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭഗ്രഹം ശനിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ 10-ലെ ശനിയോട് ചേർന്നാണ് ഇവർക്ക് നിൽക്കുന്നത്. അത് 6-ാം ഭാവത്തിൻ്റെ അധിപനാണ് ഈ ശനി. 6-ാം ഭാവത്തിൻ്റെ അധിപനാണ് ശുക്രൻ. ആ ശുക്രനാണ് ശനിയോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രതിസന്ധികളും വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചും തിങ്കളാഴ്ച ദിവസം അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ നേട്ടങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ ജീവിതാനുഭവമായി കടന്നു പോകും. ചിലർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗദുഃഖ ദുരിത പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരാനിടയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാൽ കുടുംബസുഖം സാധാരണ ഒരു രീതിയിൽ കൂടി പോവും. കുടുംബത്തിൻ്റെ ധനസ്ഥിതിയൊക്കെ സാധാരണമായ രീതിയിൽ പോവും. വലിയ നേട്ടങ്ങളൊന്നും അങ്ങനെയില്ല. മക്കളെ കൊണ്ടുമൊക്കെ വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കൂടുതലായിട്ടും വന്നു ചേരുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ചേരുന്നത് ഈ കർത്തവാവിനോടനുബന്ധിച്ച് ജനിച്ചവർക്കാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് 7-ാം ഭാവത്തിൽ 2 പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. 7-ൽ 2 പാപഗ്രഹങ്ങൾ ഏതാണ്? 2 പാപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സൂര്യൻ പാപഗ്രഹമാണ്. ചന്ദ്രൻ പാപഗ്രഹമാണോ? അതെ, കറുത്തപക്ഷ ചന്ദ്രൻ, അമാവാസ്യയിൽ നിൽക്കുന്ന ചന്ദ്രനും പാപഗ്രഹമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ കേന്ദ്രഭാവത്തിൽ 2 പാപഗ്രഹങ്ങൾ വരുമ്പോൾ അവരുടെ ദാമ്പത്യ ജീവിത സുഖക്കുറവാണ് കാണുന്നത്. അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ്, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ രോഗദുഃഖ ദുരിതങ്ങളോ ഒക്കെ വന്നു ചേരാൻ ഒരുപക്ഷെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ പണം ചെലവഴിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പണം ചെലവഴിച്ച് അവരുടെ ജീവിതത്തിലെ നന്മകൾക്ക് വേണ്ടി അവർ പണം ചെലവഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ധനത്തിന് ചിലവും വരുന്നുണ്ട്. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞത്. പ്രത്യേകിച്ച് ഈ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർക്ക് പണം ചെലവഴിക്കുന്ന ഒരു സമയവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് ഈ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുക. അവർക്ക് കുടുംബസുഖം കാര്യമായി ഉണ്ടാകണമെന്നില്ല, ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് കാര്യമായി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവത്തിൽ കൂടിയാണ് അവർ കടന്നു പോകുക എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരികയാണ്. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവിടെ 6-ാം ഭാവത്തിൽ 2 പാവഗ്രഹങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് 2 പാവഗ്രഹങ്ങൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. കർക്കിടകക്കൂറുകാർക്ക് പാപഗ്രഹങ്ങൾ 2ഉം 6-ാം ഭാവത്തിൽ, പാപഗ്രഹങ്ങൾക്ക് പറഞ്ഞ സ്ഥാനം 6-ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകണമെന്നില്ല. പക്ഷേങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. രോഗത്താലോ കടബാധകളാലോ ശത്രുതകളാലോ ഒക്കെ അവർ ഭാരപ്പെടുവാനും സാധ്യതയുണ്ടെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട്.
പക്ഷേങ്കിൽ സൂര്യൻ അവിടെ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ ശത്രുതകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയില്ല. അപ്പോൾ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ അവർക്ക് തൊഴിൽ ഗുണമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല. തൊഴിൽ രംഗം മോശമാകുവാൻ സാധ്യതയുണ്ട്. കാരണം 12-ലാണ് ചൊവ്വ നിൽക്കുന്നത്. കർക്കിടകക്കുറുകാർക്ക് 12-ലേക്ക് ചൊവ്വ ഇപ്പോഴല്ല, ചൊവ്വ വരാൻ പോവുകയാണ്. ഇപ്പം നാളെ ജന്മഭാവത്തിൽ തന്നെയാണ്, കർക്കിടക രാശിയിൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത്. ഇനിയിപ്പോൾ മുമ്പോട്ട് അവർക്ക് കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് 12-ലേക്ക് ചൊവ്വ വക്രഗതിയിൽ പുറകോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ അത് തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊരു മുന്നമേ ഉള്ളൊരു ലക്ഷണമൊക്കെ ഇവർക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസം കൂടിയായിരിക്കും തിങ്കളാഴ്ച ദിവസം. കാരണം ഭാവിയിലെ പ്രതിസന്ധികളൊക്കെ, തൊഴിൽപരമായുള്ള പ്രതിസന്ധികളൊക്കെ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇപ്പോൾ ഈ തൊഴിൽഭാവത്തിൻ്റെ അധിപൻ, ഇവരുടെ തൊഴിൽഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്, കുജനാണ്. കുജൻ ഇപ്പോൾ അവരുടെ ജന്മഭാവത്തിൽ ബലമില്ലാത്ത നീചനായിട്ട് നിൽക്കുന്നു. അപ്പം തൊഴിലിടങ്ങളിൽ നീചത്വം, മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പിന്നീട് ഈ ചൊവ്വ 12-ലേക്ക് പോകുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മളെ കാര്യം മുന്നമേ അറിയുക എന്നുള്ളതാണല്ലോ ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ മുന്നമേ നമ്മളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയാൽ വിചാരിച്ചോണം ഇതെൻ്റെ തൊഴിൽ കളയാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇത് പോകുന്നത്. അതെന്നെ ഒരു പാരയായി മാറും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ പാര വെച്ച് എൻ്റെ തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകരുതലെടുക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടം ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവർക്ക് ശാരീരികവും മാനസികവുമായ അവരുടെ സ്ഥിതി മെച്ചമാകണമെന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് നിലവിലുണ്ട്. ഇനിയിപ്പോൾ തൊഴിൽപരമായ പ്രശ്നങ്ങൾ ഇനി ഭാവിയിലേക്ക് വരാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ടുള്ള ഒരു സൂചനയായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടായേക്കാം. അതൊരു മുൻകരുതലായിട്ട് എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം അവരുടെ 5-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണ്. ചിങ്ങക്കൂറുകാരുടെ 5-ാം ഭാവത്തിൽ ചന്ദ്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷെങ്കിൽ ഇവിടെ പാപഗ്രഹമായിട്ടാണ്, ബലമില്ലാത്തൊരു ചന്ദ്രനാണ് 5-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ 12-ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 5-ാം ഭാവത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല, കാര്യവിജയമൊന്നും ഉണ്ടാകത്തില്ല, തൊഴിൽപരമായുള്ള നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ശാരീരികവും മാനസികവുമായ പ്രതിസന്ധികൾ, മാതാവിന് ക്ലേശം, ധനനഷ്ടം, അനാവശ്യമായ ചെലവുകൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ശാരീരികവും മാനസികവുമായ സ്ഥിതിയൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ മെച്ചപ്പെടണമെന്നില്ല, മക്കളുടെ സ്ഥിതി മെച്ചപ്പെടണമെന്നില്ല, തൊഴിൽ രംഗം അനുകൂലമാകണമെന്നില്ല, കാര്യവിജയം ഉണ്ടാകണമെന്നില്ല. പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർ അതിൻ്റേതായ രീതിയിൽ നാളത്തെ ദിവസം അവരുടെ ജീവിതം നല്ല നിലയിൽ പോകും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ജനിച്ച സമയത്ത് ചന്ദ്രൻ ബലമായിട്ടുള്ള ഗ്രഹമാണെങ്കിൽ, ബലവാനായിട്ടുള്ള ഒരു ചന്ദ്രനാണ് ജനിച്ച സമയത്തുള്ളതെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ കർത്തവാവിനോട് ചേർന്ന സമയത്ത് ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് നാളത്തെ ദിവസം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട കാര്യം. ഇനി കന്നിക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം അവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ചന്ദ്രൻ എവിടെ നിൽക്കുന്നു? 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. 4-ാം ഭാവത്തിൽ ആരോട് ചേർന്ന് നിൽക്കുന്നു? സൂര്യനോട് ചേർന്ന് നിൽക്കുന്നു. സൂര്യൻ ആരാണ്? ഇവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ 12-ാം ഭാവത്തിൻ്റെ അധിപനോട് 11-ാം ഭാവാധിപൻ ചേർന്ന് നിന്നാൽ, നഷ്ടഭാവത്തിൻ്റെ അധിപനോട് ലാഭഭാവത്തിൻ്റെ അധിപൻ ചേർന്ന് നിന്നാൽ ലാഭമാണോ നഷ്ടമാണോ വരിക എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആർക്കാണ് ബലം? ബലം അനുസരിച്ചാണ് ലാഭവും നഷ്ടവും വരുന്നത്. ഇവിടെ ആർക്കാണ് ബലം? സൂര്യനാണ് ബലം, അല്ലേ? സൂര്യനാണ് ബലമുള്ള ഗ്രഹം. ചന്ദ്രന് ബലമില്ല, ചന്ദ്രൻ അമാവാസിയോട് ചേർന്നല്ലേ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രന് ബലമില്ല, അപ്പോൾ നഷ്ടത്തിനാണ് ബലം. അപ്പോൾ കന്നിക്കൂറുകാർ മനസ്സിലാക്കേണ്ടത് തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടും വന്നു ചേരാൻ സാധ്യതയുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടത്തിനാണ് സാധ്യതയുള്ളത്. നഷ്ടസാധ്യതകളാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമാകാം, മാനസികവും ശാരീരികമായ സ്ഥിതി മോശമാകാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നഷ്ടം സംഭവിക്കാം. പല കാര്യങ്ങളും ഉദ്ദേശിച്ചപോലെ നടക്കണമെന്നില്ല. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? ധനത്തെ സൂചിപ്പിക്കുന്നു, തൊഴിൽ, ദാമ്പത്യം, മാനസികം, ശാരീരികം, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ആ ചന്ദ്രൻ ബലമില്ലാതെ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ
ആരോട് കൂടി ചേർന്ന് നിൽക്കുന്നു? നഷ്ടഭാവത്തിൻ്റെ അധിപനുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ആർക്കാണ് ബലം? നഷ്ടഭാവത്തിൻ്റെ അധിപനാണ് ബലം. അപ്പോൾ ചന്ദ്രൻ ഒന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ദിവസമല്ല, പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നേടിത്തരുന്ന അല്ലെങ്കിൽ നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം, അല്ലേ? അവരുടെ 10ാം ഭാവത്തിൻ്റെ അധിപൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. 10ാം ഭാവം എവിടെ നിൽക്കുന്നു? 3ാം ഭാവത്തിൽ നിൽക്കുന്നു. ആരോട് കൂടി ചേർന്ന് നിൽക്കുന്നു? സൂര്യനോട് കൂടി ചേർന്ന് നിൽക്കുന്നു. സൂര്യൻ ആരാണ്? ഇവരുടെ 11ാം ഭാവത്തിൻ്റെ ലാഭഭാവത്തിൻ്റെ അധിപനാണ്, അല്ലേ? ലാഭഭാവത്തിൻ്റെ അധിപനോട് കൂടിയാണ് തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ലാഭം വന്നു ചേരും. എന്താണ്? ലാഭഭാവത്തിൻ്റെ അധിപൻ അവിടെ ബലവാനാണ്. തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ലാഭഭാവത്തിൻ്റെ അധിപനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ലാഭഭാവത്തിൻ്റെ അധിപൻ ബലവാനായതുകൊണ്ട് ധാരാളം ലാഭകരമായ അനുഭവങ്ങൾ വരുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ വരത്തില്ല. എന്താണ് കാരണം? തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ബലഹീനനായ ഒരു ഗ്രഹമായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല ശമ്പളമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ജോലിക്ക് പോയാലല്ലേ നേട്ടമുള്ളൂ. ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായാലല്ലേ നിങ്ങൾക്ക് അവിടെ ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ചന്ദ്രൻ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നൊരു ഗ്രഹം ബലമില്ലാതെ നിൽക്കുമ്പോൾ, ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല, ജോലി കൊണ്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ലാഭകരമായ അനുഭവങ്ങൾ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ലാഭം വന്നു ചേരേണ്ട സാഹചര്യമാണ് ഉള്ളത്. പക്ഷെങ്കിൽ അതിനുള്ള പ്രവൃത്തി ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് പറ്റിയില്ല. പ്രവൃത്തി ചെയ്യാതെ എങ്ങനെയാണ് ലാഭം ഉണ്ടാകുന്നത്? അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളും നിങ്ങളെ ശരിക്കും വലയ്ക്കുന്ന ഒരു ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചതിവും ധനപരമായ നഷ്ടമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കലാനിര കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ 2ാം ഭാവത്തിൽ ബലവാനായിട്ടാണോ നിൽക്കുന്നത്? അല്ല. ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ബലമില്ലാതെ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ ആരാണ് ബലത്തോടു കൂടി നിൽക്കുന്നത്? അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനാണ്. ഓക്കെ. അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. അത് മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരാം. മേലധികാരികളുടെ അംഗീകാരത്തിനും അവരോടുള്ള ബഹുമാനത്തിനും ഒക്കെ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നല്ല അനുഭവം തന്നെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുക. 2ാം ഭാവത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു? 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ദാമ്പത്യ ജീവിതം പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഈ തൊഴിൽ മേഖലയിൽ നിങ്ങളെ സ്വാധീനിക്കത്തില്ല. തൊഴിലിടങ്ങളിൽ ഭാഗ്യക്കേടുകൾ സംഭവിക്കാം. അത് മുഖേന നിങ്ങളുടെ തൊഴിൽപരമായുള്ള സന്തോഷം കുറഞ്ഞ് ഒരു 50% സാധ്യതയുണ്ട്. അപ്പോൾ ചന്ദ്രൻ വൃശ്ചികക്കൂറുകാരുടെ 2ാം ഭാവത്തിലേക്ക് വരുന്നതിന് മുമ്പ് സൂര്യനാണ് 2ാം ഭാവത്തിൽ നിന്നത്. അപ്പോൾ തൊഴിൽപരമായുള്ള മേഖലകളിൽ ഒരു സന്തോഷവും ഉണർവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തിങ്കളാഴ്ച ദിവസം അതിനൊരു മങ്ങലുണ്ടാവും, അല്ലെങ്കിൽ കുറവ് വരും. ഒരു 50% കുറയും. ആ സന്തോഷവും ഒരു ഒരു ഉന്മേഷവും ഉത്സാഹവും പ്രസരിപ്പും ഒക്കെ ഒരു 50% കുറയുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് വിദേശത്ത് ജോലിക്ക് പോകാനുള്ള സാധ്യതകളെ തരേണ്ടതാണ്, വിവാഹം നടക്കേണ്ട സാഹചര്യങ്ങളെ തരേണ്ടതാണ്. പക്ഷെങ്കിൽ ആ വ്യാഴത്തിൻ്റെ കേന്ദ്രമായ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് രാഹു നിങ്ങളുടെ കാര്യങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളെ രാഹു ഇല്ലാതാക്കുന്നു, തടസ്സപ്പെടുത്തി കളയുന്നു. അത് മുഖേന നിങ്ങൾക്ക് കാര്യവിജയം ഉണ്ടാകത്തില്ല. ഈ സമയത്ത് വിവാഹം ആലോചിച്ച് നടന്നാൽ വിവാഹം നടക്കണമെന്നില്ല. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് വല്ലവരുടെയും പൈസ കൊടുത്താൽ ആ പൈസ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലേക്കാണ് ചന്ദ്രൻ്റെ ഈ വരവ്. ഭാഗ്യക്കേടുകൾ തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ അഷ്ടമത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെ അധിപനുമായ 2 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അവർ തമ്മിൽ കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. ആരൊക്കെയാണ്? അഷ്ടമരാശിയുടെ അധിപൻ ചന്ദ്രനും ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ സൂര്യനും ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അഷ്ടമ എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു? അഷ്ടമം എന്ന് പറഞ്ഞാൽ ആയുസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു ജാതകൻ്റെ ആയുസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് അഷ്ടമരാശി. അവിടെ ആ അഷ്ടമരാശിയുടെ അധിപനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച്, പൊട്ടിത്തെറികളെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹമായ ചന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നത് ഭാഗ്യത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ അഷ്ടമത്തിൻ്റെ അധിപൻ ബലമുള്ള ഗ്രഹമല്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ ദോഷങ്ങളൊന്നും, പൊട്ടിത്തെറിയോ ആയുസ്സിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല.
അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് 9ാം ഭാവത്തിൻ്റെ അധിപനായ സൂര്യനാണ്. അപ്പോൾ തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനുരാശിയിൽ സൂര്യൻ വന്ന് നിൽക്കുന്നത് നല്ലതാണ്, ചന്ദ്രൻ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. എന്നാൽ ഇവർക്ക് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും, അതുറപ്പാണ്. അവിടെയാണ് ഒരു പ്രശ്നം. ദാമ്പത്യ ജീവിതം സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുമ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തെ ബലമുള്ളതാക്കി നല്ല ശക്തിയുള്ളതാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ആ ചന്ദ്രന് ബലമില്ലാതെ വരുമ്പോൾ നയിക്കപ്പെടുന്ന ഗ്രഹം അല്ലേ, ആ ചന്ദ്രനാണ് നമ്മളെ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൽ കൂടി നയിച്ചുകൊണ്ട് പോകുന്നത്. അവന് ആ ഗ്രഹത്തിന് ബലമില്ലാതെ വരുമ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടുന്നു. നമ്മൾ കുറേ സാധനം ഒരു വാഹനത്തിൽ കയറ്റി അയക്കുക, ആ വാഹനം പോകുന്ന വഴിക്ക് കേടായിപ്പോയി. ആ വാഹനം കേടായിപ്പോയാൽ ഈ സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെന്നെത്തുകയില്ല. അപ്പോൾ ഈ സാധനങ്ങളെ കൊണ്ടുപോകുന്ന വാഹനം കേടായിപ്പോയാൽ ഈ സാധനങ്ങൾക്ക് കേടുപാട് പറ്റുന്നു. ആ കേടുപാട് പറ്റുന്ന സാധനങ്ങൾ കഴിച്ചാൽ പലവിധമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ധനനഷ്ടം ഉണ്ടാകുന്നു. നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നയിക്കപ്പെടുന്ന ഗ്രഹം ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ വന്നാൽ എന്ത് കാര്യമാണോ നയിക്കപ്പെടുന്നത്, അതായത് ദാമ്പത്യ ജീവിതമാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, ആരോഗ്യമാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, മാതാവിനെ സംബന്ധിച്ചാണെങ്കിൽ മാതാവിനെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാകും. അങ്ങനെ പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, തിക്താനുഭവങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കൂറുകാർ മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം ആളുകാരെ സംബന്ധിച്ച് അവർക്ക് 12ാം ഭാവത്തിൽ ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, തൊഴിൽ തടസ്സം ഉണ്ടാകാം, പല കാര്യങ്ങളും പ്രതിസന്ധി ഉണ്ടാകാം, മാതാവിന് ക്ലേശം ഉണ്ടാകാം, ദേഹത്തിലും ശരീരത്തിലുമൊക്കെ വേദനകൾ, നീർക്കെട്ടുകൾ, തലവേദന, അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ശരിക്കും കർത്തഭാവിനോടനുബന്ധിച്ച് ജനിച്ച സമയത്ത് അവർക്കൊക്കെ ശ്വാസമുട്ടൽ വരെ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പിന്നെ ഇവർക്ക് എന്താണ് നേട്ടം? സ്ത്രീകൾ മുഖേനയുള്ളൊരു നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. സ്ത്രീകൾ മുഖേനയുള്ളൊരു നേട്ടം കുടുംബത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേന മാത്രമല്ല, പ്രായമായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. തൊഴിൽ ഗുണമുണ്ട്. പക്ഷേങ്കിൽ ഇവർക്ക് വലിയൊരു പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നം ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് അവർക്ക്, അതായത് 12ൽ നിൽക്കുന്നത് ആരാണ്? സൂര്യനാണ് നിൽക്കുന്നത്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹമാണ് ഇവരുടെ അഷ്ടമഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ആയുസ്സിൻ്റെ അധിപൻ 12ാം ഭാവത്തിൽ നിന്നാൽ ആയുസ്സിന് ഹാനി വരും. അപ്പോൾ എന്താണ് പെട്ടെന്ന് ആയുസ്സിന് ഹാനി വരുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് മാരകമായ രോഗം, ഒന്നെങ്കിൽ അപകടം, അല്ലെങ്കിൽ ഒരു പനി വന്നാൽ പോലും മനുഷ്യൻ്റെ ആയുസ്സിന് ദോഷം വരും. അപ്പോൾ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. സൂക്ഷിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. കാരണം ചന്ദ്രൻ 12ൽ നിൽക്കുന്നു, ബലമില്ലാത്തൊരു ചന്ദ്രൻ 12ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ആയുസ്സിൻ്റെ അധിപനായ ഗ്രഹവും 12ൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പം ഒരു ആയുസ് നഷ്ടപ്പെട്ടു പോയില്ലെങ്കിലും ചിലരുടെയൊക്കെ ജീവിതത്തിൽ 50-50, അതായത് 50% സുഖവും 50% സന്തോഷവും, അല്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ എല്ലാവർക്കുമല്ല, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇത് കൃത്യമായിട്ട് ഇതൊക്കെ വന്നിരിക്കും. അത് കറക്റ്റായിട്ട് വന്നിരിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പം അമാവാസിയിൽ ജനിച്ചവർക്ക് വരുന്ന അനുഭവമല്ല അമാവാസിക്ക് 2 ദിവസം മുമ്പേ ജനിച്ചവർക്ക് വരുന്നത്. അപ്പോൾ അങ്ങ് മാറ്റം വരും. അപ്പോൾ എന്തായാലും ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള ഒരു സഹായം, സാമ്പത്തിക സഹായം ഇവർക്ക് വന്നു ചേരും. അതിനകത്തും മാറ്റമില്ല. അത് പ്രായമായവരിൽ നിന്നും വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരായിട്ടിരിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് രാജയോഗമാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർക്ക് രാജയോഗ സമയമാണ്. എങ്ങനെയാണ് രാജയോഗം വന്നു ചേരുക? അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനിയും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നു. അതായത് ശനിയോട് ശുക്രൻ യോഗം ചെയ്യുന്നു. അപ്പോൾ പല പ്രകാരത്തിലുള്ള ധനനേട്ടം അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായിട്ട് വരുന്നത് എന്താണ്? സുന്ദരീ സമാഗമം എന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് പ്രായം കുറഞ്ഞ സുന്ദരികളെയൊക്കെ കിട്ടുമെന്നാണ് ജ്യോതിഷം അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. സുന്ദരീ സമാഗമം. അപ്പോൾ കൊച്ചു പെൺപിള്ളേരെയൊക്കെ അവർക്ക് വിവാഹം ചെയ്യാൻ പറ്റും. പ്രായമുള്ളവരിപ്പം ഒരു 36 വയസ്സുള്ള ഒരു പുരുഷനാണെങ്കിൽ 26 വയസ്സുള്ള അല്ലെങ്കിൽ 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയൊക്കെ വിവാഹം ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു രാജയോഗമാണ്.
അപ്പം ധനനേട്ടം അല്ലേ? ശുക്രൻ എന്താണ്? വീട്, വസ്തു, വാഹനം, ഭൂമിയൊക്കെ ഭാര്യമാർ മുഖേന കൊടുക്കും. സ്ത്രീകൾ മുഖേന കിട്ടുന്ന വീട് കിട്ടും, വസ്തു കിട്ടും, വാഹനം കിട്ടും, സ്വർണം കിട്ടും, വസ്ത്രം കിട്ടും. അങ്ങനെ കുംഭക്കൂറുകാർക്ക് രാജയോഗ സമയമാണ്. അപ്പോൾ കുംഭക്കൂറുകാരുടെ ജന്മഭാവത്തിൽ ഈ ശുക്രനും അതുപോലെ തന്നെ ആര് നിൽക്കുന്നു? ശുക്രനും നിൽക്കുന്നു, ശനിയും നിൽക്കുന്നു. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും കിട്ടുമോ എന്നുള്ളതും കൂടി ഒന്നുകൂടെ ഒരു വ്യക്തത വരുത്തണം. അതെന്താണെന്ന് ചോദിച്ചാൽ ഇച്ചിരി സമയം കളഞ്ഞാൽ അതിനെക്കുറിച്ച് പറയണമല്ലോ. ഇവരുടെ 11ാം ഭാവത്തിൽ 2 പാപഗ്രഹങ്ങൾ നിൽക്കുന്നു. ഒന്ന് ചന്ദ്രനും ഒന്ന് സൂര്യനും അല്ലേ? 11ാം ഭാവത്തിൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് നിന്നാൽ ഒപ്പമാണ്. അതായത് സുഖവും ദുഃഖവും ഒപ്പമാണ് എന്ന് പറഞ്ഞാൽ വലിയ ലാഭമൊന്നും വരത്തില്ല, വലിയ നഷ്ടവും വരത്തില്ലാത്തൊരു അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഈ ചന്ദ്രൻ ഇവരുടെ 6ാം ഭാവത്തിൻ്റെ അധിപനാണ്. രോഗമോ അല്ലെങ്കിൽ കടബാധ്യതകളോ ശത്രുതകളോ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം ആ ഗ്രഹം ബലമില്ലാതെ നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ 7ാം ഭാവത്തിൻ്റെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് വഴന്നിൽ നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വന്നു ചേരുക? വിവാഹത്തിൽ കൂടി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ കൂടി അല്ലെങ്കിൽ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ ഇവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ്? ദാമ്പത്യ ജീവിതം നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകും. അതൊക്കെയാണ് സുന്ദരി സമാഗമം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പ്രായമുള്ളവർക്കാണെങ്കിലും കൊച്ചു പെമ്പിള്ളാരെയൊക്കെ വിവാഹം ആലോചിച്ചാൽ ഇപ്പോൾ കിട്ടുന്ന സമയമാണ് ഈ തക്കത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. ഞാനിങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പം ഈ സമയം നോക്കി അതൊക്കെ നോക്കണം. നിങ്ങളുടെ ഗ്രഹനിലയിൽ ജനിച്ച സമയത്ത് ചന്ദ്രൻ തീരെ അമാവാസിയിലാണ് ജനിച്ചതെങ്കിൽ, ഒട്ടും ബലമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ യോഗം വന്നു ചേരണമെന്നില്ല. അല്ലാത്തവർക്ക് വെളുത്തപക്ഷ ജനനക്കാർക്കൊക്കെ പൂർണ്ണമായിട്ടും രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും. അപ്പോൾ അത് കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ നല്ല ഒരു സമയമാണ്, രാജയോഗ തുല്യമായ സമയമാണ്. പ്രത്യേകിച്ച് അവരുടെ 4ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു? വ്യാഴം നിൽക്കുന്നു. അത് നല്ല കാര്യമാണ്. പക്ഷേ 2ലെ രാഹു സ്വാധീനിക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും ഞാൻ പ്രത്യേകം എന്നും പറയുന്ന പോലെ പറയുകയാണ്. 2ലെ രാഹു സ്വാധീനിക്കുന്ന ജാതകരാണെങ്കിൽ അവർക്ക് കുടുംബം തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യമുണ്ട്. അവർക്കൊരു നേട്ടവും ഉണ്ടാകത്തില്ല. രാഹു ദോഷം ചെയ്യാത്തൊരു ജന്മഗ്രഹസ്ഥിതിയാണ് ഉള്ളതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ രാജയോഗ തുല്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സുഖസ്വസ്ഥ ദേഹതന്മ അനുകൂലമാകണമെന്നില്ല, കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല, ധനപരമായ നേട്ടം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. എങ്കിലും തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് വന്നു ചേർന്ന് അത് മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ അതും നൽകുന്ന ദാമ്പത്യ ജീവിത വിജയവും കുടുംബസുഖവും ഒക്കെ അവർക്കുണ്ടാകുമെന്നല്ലാതെ ഓരോന്നും പ്രത്യേകം ചിന്തിച്ചാൽ വലിയ നേട്ടങ്ങളൊന്നുമുള്ള ഒരു ദിവസമല്ല. 12ലാണെങ്കിൽ ശനി നിൽക്കുന്നു, ശുക്രനും 12ലേക്ക് ചേർന്ന് വന്ന് നിൽക്കുന്നു. അപ്പോൾ 12ൽ ശുക്രൻ നിന്നാൽ ദോഷമൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാലും ബന്ധുക്കളൊക്കെ ശത്രുക്കളായി തീരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ നേട്ടങ്ങളൊന്നും ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് ചന്ദ്രനാണ് കൂടുതലും നല്ല ഫലങ്ങളെ തരേണ്ടത്. 6ാം ഭാവത്തിൻ്റെ അധിപനാണ് ഇവർക്ക് സൂര്യൻ. അപ്പോൾ 6ാം ഭാവത്തിൻ്റെ അധിപൻ ഇവർക്ക് രോഗം, കടം, ശത്രുത എന്നീ ഭാവങ്ങളിലുള്ള ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല എങ്കിൽ പോലും ജാതകർക്ക് മാനസികവും ശാരീരികവും മറ്റു സൗഭാഗ്യമായ അനുഭവങ്ങളും ദാമ്പത്യ ജീവിത വിജയവും ഉൾപ്പെടെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെയുള്ള എല്ലാ സൗഭാഗ്യമായ അനുഭവങ്ങളും കൊടുക്കേണ്ടത് ചന്ദ്രനാണ്. ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുന്നു. പക്ഷെങ്കിൽ സൂര്യൻ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു നല്ല തൊഴിൽപരമായിട്ടുള്ളൊരു നല്ല സാഹചര്യം പ്രതീക്ഷിക്കാം. അത് മുഖേനയുള്ള കുടുംബജീവിത സുഖവും ദാമ്പത്യ ജീവിത വിജയവും മറ്റു കാര്യങ്ങളുമൊക്കെ മെച്ചമായിരിക്കും എന്നുള്ളത്. എന്നാലും വലിയ നേട്ടമല്ല വന്നു ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ചേരും. തീർച്ചയായിട്ടും വിശ്വസിക്കുക. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഉണ്ടായിരിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.